എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് റെഗുലേഷൻസ് BCom BBA തേർഡ് സെമസ്റ്റർ സബ്ജക്റ്റിലെ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി. കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ സെക്ഷനായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 മാർക്കിന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, 5 മാർക്കിന് എന്തൊക്കെയായിരിക്കും, അതുപോലെ essay ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന് എന്തൊക്കെയായിരിക്കും ചോദിക്കുക. ആദ്യം നമുക്ക് 2 മാർക്ക് സെക്ഷനിലേക്ക് പോവാം. 2 മാർക്കിന് വേണ്ടി ആദ്യം ഏജൻസി എന്താണെന്ന് പഠിച്ചു വെക്കണം. ഏജൻസി ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചോളൂ. ദ കോൺട്രാക്ട് വിച്ച് ക്രിയേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് ഈസ് നോൺ ആസ് ഏജൻസി. പ്രിൻസിപ്പളും ഏജന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. പ്രിൻസിപ്പളും ഏജന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അതായത് ദ കോൺട്രാക്ട് വിച്ച് ക്രിയേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. ഇപ്പം 3 കാര്യം ഓർത്ത് വെക്കുക. ഒന്ന്, ഇതൊരു കോൺട്രാക്റ്റ് ആണ്. അത് ക്രിയേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് പ്രിൻസിപ്പളും ഏജന്റും തമ്മിലാണ്. അടുത്തതാണ് ഏജന്റ്. ഏജന്റും ഹു ഈസ് ആൻ ഏജന്റ്? 2 മാർക്ക് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഏജന്റ് ഈസ് എ പേഴ്സൺ ഹു ആക്ട്സ് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ, മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ഏജന്റ് എന്ന് പറയാം. മറ്റൊരു വ്യക്തിയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ വേറൊരു വ്യക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏജന്റ് ഈസ് എ പേഴ്സൺ, അദ്ദേഹം ഒരു വ്യക്തിയാണ്. ഹു ആക്ട്സ്, അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി. അപ്പം ഏജന്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അനദർ പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അവിടെ ഉണ്ടായിരിക്കണം. മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നു, അവരെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. ദെൻ സബ് ഏജന്റ്, മറ്റൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് സബ് ഏജന്റ്? സബ് ഏജന്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയിഡ് ആൻഡ് ആക്ടിങ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഒറിജിനൽ ഏജന്റ്. ഒറിജിനൽ ഏജന്റിന്റെ കൺട്രോളിൽ ജോലി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റൊരു ഏജന്റിനെയാണ് സബ് ഏജന്റ് എന്ന് പറയുന്നത്. ഓൾറെഡി ഒരു ഏജന്റ് ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന് നമ്മൾ ഒറിജിനൽ ഏജന്റ് എന്ന് പറയുന്നു. ആ ഒരു ഒറിജിനൽ ഏജന്റിന്റെ കൺട്രോളിൽ ആക്ട് ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെയാണ് നമ്മൾ സബ് ഏജന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സബ് ഏജന്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയിഡ് ആൻഡ് ആക്ടിങ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഒറിജിനൽ ഏജന്റ്. ദെൻ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് ഓർ കോ ഏജന്റ്. 2 ചോദിച്ചാലും സെയിം മീനിങ് ആണ്. എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദി ഒറിജിനൽ ഏജന്റ് with the principal knowledge and consent to handle a specific part of agency's business. ഒരു ഏജൻസി കോൺട്രാക്റ്റിലെ ഒരു പ്രത്യേക ഭാഗം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പളിൻ്റെ സമ്മതത്തോടെയും അറിവോടെയും കൂടി ഒറിജിനൽ ഏജന്റ് മറ്റൊരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് അല്ലെങ്കിൽ കോ ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ ഏജന്റ് പ്രിൻസിപ്പളിൻ്റെ നോളജ് ആൻഡ് കൺസെൻറ്റോട് കൂടി ഒരു സ്പെസിഫിക് പാർട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏജന്റിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ 2 മാർക്കിന് സാധാരണയായിട്ട് ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത്. ഏജന്റ് എന്താണ്, സബ് ഏജന്റ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്താണ്, ഏജൻസി എന്താണെന്ന്. ഇത്രയുമാണ് 2 മാർക്കിന് വേണ്ടി നിങ്ങൾ ഈ മൊഡ്യൂളിൽ നിന്ന് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നുകൂടെ അത് നോക്കാം. ഏജൻസി. ഏജൻസി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. ദെൻ ഏജന്റ് എന്ന് പറഞ്ഞാൽ ഹു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ. ദെൻ സബ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിഡ് ആൻഡ് ആക്ടിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഒറിജിനൽ ഏജന്റ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ കോ ഏജന്റ് ആണ്. ഒറിജിനൽ ഏജന്റ് പ്രിൻസിപ്പളിൻ്റെ നോളജ് ആൻഡ് കൺസെൻറ്റോട് കൂടി ഒരു സ്പെസിഫിക് പാർട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഏജന്റ് ആണ് കോ ഏജന്റ്. ഇനി നമുക്ക് ഏജൻസി മൊഡ്യൂളിലെ 5 മാർക്ക് സെക്ഷൻസ് നോക്കാം.
ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ഏജൻസി. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ എലമെന്റ് ആണ്, ഫീച്ചർ ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഏജൻസിയുടെ ഫീച്ചേഴ്സ് ചോദിച്ചാലും എസെൻഷ്യൽസ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും ഒക്കെ നിങ്ങൾ എഴുതേണ്ടത് ഈ 6 പോയിന്റ് ആണ്. ഓരോ പോയിന്റും നമുക്ക് നോക്കാം. നെയിം ഓഫ് എ റിലേഷൻ, എൻ എഗ്രിമെന്റ്, കോമ്പിറ്റൻസി ഓഫ് പ്രിൻസിപ്പൽ, ഇന്റൻഷൻ ഓഫ് ദി ഏജന്റ്, കൺസിഡറേഷൻ നോട്ട് നെസസറി ആൻഡ് ഫ്രീ കൺസെന്റ്. അപ്പം ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോഴും ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഈ പോയിന്റ് കൂടെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് ബൈഹാർട്ട് ചെയ്തിടുക. നെയിം ഓഫ് എ റിലേഷൻ 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 5 പോയിന്റ് അല്ലെങ്കിൽ ഈ 6 പോയിന്റ് എഴുതിയാൽ മാത്രം പോരാ. ഏജൻസി എന്താണെന്നും ഏജന്റ് എന്താണെന്നും ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതിനുശേഷം എസെൻഷ്യൽ ഓഫ് എ കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറഞ്ഞ് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ 6 പോയിന്റ്സ് എഴുതുക. അതിനുശേഷം നിങ്ങൾ ഇതിലെ ഓരോ പോയിന്റും 2 or 3 ലൈനിൽ യുവർ ഓൺ വേർഡ്സ് നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക. എക്സ്പ്ലനേഷൻ പക്ക പെർഫെക്റ്റ് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2-3 വരിയിൽ നിങ്ങളത് ഉൾക്കൊള്ളിക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടൂ. ഈ 6 പോയിന്റ് മാത്രമാണ് എഴുതി വെക്കുന്നതെങ്കിൽ 2 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. അതുകൊണ്ട് തന്നെ എസ് എ ഷോർട്ട് എസ് എഴുതുമ്പോൾ എല്ലാ പോയിന്റ്സിനും നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക. എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് റൈറ്റ് ആയിട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ അറിയാത്തവരാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു 2 or 3 ലൈൻ ആ ടേമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. റൈറ്റ്. ഓക്കെ, നമുക്ക് ഓരോ എസെൻഷ്യൽ എലമെന്റും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നെയിം ഓഫ് എ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ 2 ആളുകളായിരിക്കും ആ ഒരു റിലേഷൻ ഉണ്ടായിരിക്കുക, ഏജന്റും പ്രിൻസിപ്പളും. എൻ എഗ്രിമെന്റ്, കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയുന്നത് ഏജന്റും അതുപോലെ പ്രിൻസിപ്പലും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്, ഒരു കരാറാണ്. കോമ്പിറ്റൻസി ഓഫ് പ്രിൻസിപ്പൽ, പ്രിൻസിപ്പലിന് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏജൻസിയിൽ എൻ്റർ ചെയ്യണമെങ്കിൽ കുറച്ച് കോമ്പിറ്റൻസി ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രിൻസിപ്പലിന് ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്റൻഷൻ ഓഫ് ദി ഏജന്റ്, ഒരു ഏജൻസി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ഏജന്റിന്റെ ഇന്റൻഷൻ, ലക്ഷ്യം പ്യുവർ ആയിരിക്കണം. ഒരു കള്ളത്തരത്തോടെയോ അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശത്തോടു കൂടെയോ ഒരു ഏജന്റ് ഒരു കോൺട്രാക്റ്റിൽ ഓഫ് ഏജൻസിയിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. കൺസിഡറേഷൻ നോട്ട് നെസസറി, നമുക്കറിയാം ഒരു കോൺട്രാക്റ്റിന് വേണ്ട എസെൻഷ്യൽ എലമെന്റ് ആണ് കൺസിഡറേഷൻ. എന്നാൽ കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് ഇൻ റിട്ടേൺ. അത്തരത്തിലുള്ള ഒരു എക്കണോമിക് ബെനിഫിറ്റ് എന്തിൽ വരേണ്ടതില്ല? കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ എൻ്റർ ചെയ്യുമ്പോൾ വരേണ്ടതില്ല. ദെൻ ഫ്രീ കൺസെന്റ്, 2 വ്യക്തികളുടെയും ഉഭയസമ്മത പ്രകാരമായിരിക്കണം കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ ഏർപ്പെടേണ്ടത്. ഏജന്റിന്റെയും പ്രിൻസിപ്പലിന്റെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയായിരിക്കണം കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ ഏർപ്പെടേണ്ടത്. ഈ മൊഡ്യൂളിലെ മറ്റൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ക്രിയേഷൻ ഓഫ് ഏജൻസി. ഹൗ ടു ക്രിയേറ്റ് ഏജൻസി, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എ നോട്ട് ഓൺ ക്രിയേഷൻ ഓഫ് ഏജൻസി. എങ്ങനെയാണ് ഒരു ഏജൻസി കോൺട്രാക്ട് ഉണ്ടാവുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്? 6 പോയിന്റ് ആണ് ഓർത്തു വെക്കേണ്ടത്. ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെന്റ്, ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെന്റ്, ഏജൻസി ബൈ എസ്റ്റോപ്പൽ, ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്, ഏജൻസി ബൈ നെസസിറ്റി ആൻഡ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ ഓർ എമർജൻസി. ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെന്റ്, റിട്ടൺ ഓർ സ്പോക്കൺ വേർഡ്സ് പ്രകാരം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഏജന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് റിട്ടൺ ആയിട്ട് ഒരു ലെറ്റർ എഴുതിയോ അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ്സിലൂടെ പരസ്പരം സംസാരിച്ചു കൊണ്ടോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഏജന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ചില സർക്കംസ്റ്റൻസസിൽ അല്ലെങ്കിൽ ചില കേസിൽ ഒന്നും പറയാതെ തന്നെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഏജന്റായിട്ട് മാറും. അത്തരത്തിൽ സാഹചര്യത്തിൽ ഉള്ള ഏജൻസി ക്രിയേഷനെയാണ് ഇംപ്ലൈഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ, ഹോൾഡിംഗ് ഔട്ട്, നെസസിറ്റി എല്ലാം. ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കണ്ടക്ട് അല്ലെങ്കിൽ ആക്ട് മറ്റൊരു വ്യക്തിയെ അയാളുടെ ഏജന്റായിട്ട് വിശ്വസിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ, അങ്ങനെ ഒരു തേർഡ് പാർട്ടിക്ക് തോന്നുകയും കൂടെ ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്.
ദെൻ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടീൻ്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ എന്തെങ്കിലും ആക്ട് മറ്റൊരു വ്യക്തിയെ തോന്നിപ്പിക്കുകയാണ് വേറൊരു പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഈ പ്രിൻസിപ്പളിന് വേണ്ടിയുള്ളതാണ് എന്ന്. അതിനെയാണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ദെൻ ഏജൻസി ബൈ നെസസിറ്റി. ചില എമർജൻസി കേസിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. അത്തരം സാഹചര്യത്തിനെയാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഈ ഒരു മൊഡ്യൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള 10 മാർക്ക് സെക്ഷനാണ് വരുന്നത്. 10 മാർക്കിന് ഈ മൊഡ്യൂളിൽ നിന്ന് എന്തൊക്കെയായിരിക്കും ചോദിക്കുക? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഏജന്റ്? ഒരു ഏജന്റിന്റെ റൈറ്റ്സും ഡ്യൂട്ടീസും എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് റൈറ്റ്സ് ഓഫ് ആൻ ഏജന്റ് നോക്കാം. ബിഫോർ ദാറ്റ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഏജന്റ് എസ്സേ ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഏജന്റ് എന്താണെന്ന് എഴുതുക, ഏജൻസി കോൺട്രാക്ട് എന്താണെന്ന് എഴുതുക, അതിനുശേഷം റൈറ്റ്സും ഡ്യൂട്ടീസും എഴുതുക. ഓരോന്നിനും എക്സ്പ്ലനേഷൻ കൊടുക്കണം പോയിന്റിന്. ഞാനിവിടെ പോയിന്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം എക്സ്പ്ലനേഷൻ ആരും ഡീറ്റെയിൽഡ് ആയിട്ടിരുന്ന് പഠിക്കില്ല, പോയിന്റ്സ് ആണ് പഠിക്കുക. അപ്പോൾ ഈ പോയിന്റ്സ് ഈ ഒരു വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ബൈ ഹാർട്ട് ചെയ്യുക. സിമ്പിൾ ആക്കിയിട്ടുണ്ട് പോയിന്റ്സ്. റൈറ്റ് ഓഫ് ആൻ ഏജന്റ്, ഏജന്റിന്റെ റൈറ്റ്സ് ആണ്. റൈറ്റ് ടു റെമ്യൂണറേഷൻ. ഏജന്റ് പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് എന്തൊക്കെ വർക്ക്സ് ആണോ ചെയ്തു കൊടുക്കുന്നത് അതിനൊക്കെ വേതനം കിട്ടാനുള്ള അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കിട്ടാനുള്ള അധികാരം ഏജന്റിനുണ്ട്. റൈറ്റ് ടു കോമ്പൻസേഷൻ. റൈറ്റ് ടു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജൻസി കോൺട്രാക്റ്റിൽ ഏജന്റിന് കോമ്പൻസേഷൻ ലഭിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏജൻസി കോൺട്രാക്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള ഒരു റൈറ്റ് ഏജന്റിനുണ്ട്. റൈറ്റ് ടു കോമ്പൻസേഷൻ. അടുത്തതാണ് റൈറ്റ് ടു ഇൻഡംനിഫിക്കേഷൻ. റൈറ്റ് ടു ഇൻഡംനിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നഷ്ടപരിഹാരം ലഭിക്കാനുള്ള ആ ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ റൈറ്റ് ടു ലീൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ടു റീറ്റെയിനർ, അതുപോലെ റൈറ്റ് ടു സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ്. ഇത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. റൈറ്റ് ടു റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏജന്റിന് പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്തിട്ടുള്ള വർക്കിനുള്ള വേതനം ലഭിക്കാനുള്ള ആ ഒരു അവകാശം ഉണ്ട്. ദെൻ റൈറ്റ് ടു കോമ്പൻസേഷൻ. റൈറ്റ് ടു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഏജന്റിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു, അത് പ്രിൻസിപ്പലിന്റെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇഞ്ചുറി സംഭവിച്ചതെങ്കിൽ ആ സംഭവിച്ച ഇഞ്ചുറിക്ക് കോമ്പൻസേഷൻ ലഭിക്കാനുള്ള അധികാരം ഏജന്റിനുണ്ട്. റൈറ്റ് ടു ഇൻഡംനിഫിക്കേഷൻ. റൈറ്റ് ടു ഇൻഡംനിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഏജന്റിന് പ്രിൻസിപ്പൽ ചെയ്ത എന്തെങ്കിലും ഒരു പ്രിൻസിപ്പലിന്റെ അധികാരത്തോടു കൂടി ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള അധികാരമുണ്ട്. ദെൻ റൈറ്റ് ടു ലീൻ. ഒരു ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, ഏതെങ്കിലും ഇമ്മൂവബിൾ ഓർ മൂവബിൾ പ്രോപ്പർട്ടീസ് ഏജന്റിന് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നിന്ന് ലഭിക്കാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു റീറ്റെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെൻസസോ സംഭവിച്ചാൽ അത് റെമ്യൂണറേഷൻ അഡ്വാൻസസിൻ്റെ ഒക്കെ രൂപത്തിൽ കിട്ടാനുള്ള അവകാശം ഉണ്ട്. റൈറ്റ് ടു സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ്, അതായത് ഗുഡ്സ് കൊടുക്കുന്നത് നിർത്തിവെക്കാനുള്ള അവകാശവും ഏജന്റിനുണ്ട്. ഇനി ഏജന്റിന്റെ ഡ്യൂട്ടീസ് നോക്കാം. ഡ്യൂട്ടി ഇൻ കണ്ടക്ടിങ് പ്രിൻസിപ്പൽ ബിസിനസ്. പ്രിൻസിപ്പലിന്റെ ബിസിനസ് നടത്തിപ്പോരാനുള്ള ഒരു ഡ്യൂട്ടി ഏജന്റിനുണ്ട്. ഡ്യൂട്ടി ടു ആക്ട് വിത്ത് സ്കിൽ ആൻഡ് ഡെലിജൻസ്. ഉത്സാഹത്തോടു കൂടിയും നല്ല സ്കില്ലോടു കൂടിയും ആ ഒരു പ്രിൻസിപ്പലിന്റെ വർക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി ഏജന്റിനുണ്ട്. ഡ്യൂട്ടി ടു റെൻഡർ അക്കൗണ്ട്സ്. എല്ലാ അക്കൗണ്ടുകളും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ഏജന്റിനുണ്ട്. ഡ്യൂട്ടി ടു കമ്മ്യൂണിക്കേറ്റ്. ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യസമയത്ത് അപ്ഡേറ്റഡ് ആയിട്ട് പ്രിൻസിപ്പലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഏജന്റിന്റെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി നോട്ട് ഡെലിഗേറ്റ് ഹിസ് അതോറിറ്റി. ഏജന്റിന്റെ അധികാര കൈമാറ്റം നടത്താതിരിക്കുക എന്ന് പറയുന്നത് ഏജന്റിന്റെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി ഓൺ ടെർമിനേഷൻ ഓഫ് ഏജൻസി. എന്തെങ്കിലും ഒരു
ആവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തമായ കാരണമുണ്ടെങ്കിൽ ആ ഏജൻസി അവസാനിപ്പിക്കാനുള്ള ഒരു ഡ്യൂട്ടി കൂടെ ഏജന്റിനുണ്ട്. ഇതാണ് ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ഏജന്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ 10 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ എസ്സേ. ഇപ്പോൾ റൈറ്റ് ഓഫ് ആൻ ഏജന്റ് വേഗം പഠിച്ചോളൂ. റൈറ്റ് ടു റെമ്യൂണറേഷൻ, റൈറ്റ് ടു കോമ്പൻസേഷൻ, റൈറ്റ് ടു ഇൻഡംനിഫിക്കേഷൻ, റൈറ്റ് ടു ലീൻ, റൈറ്റ് ടു റീറ്റെയിനർ, റൈറ്റ് ടു സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ്. ഡ്യൂട്ടി എന്തൊക്കെയാണ്? പ്രിൻസിപ്പളുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യുക, ഉത്സാഹത്തോടെയും സ്കില്ലോടും കൂടി ഡ്യൂട്ടി ചെയ്യുക, അക്കൗണ്ട്സുകൾ റെൻഡർ ചെയ്യുക, ആവശ്യമായ കാര്യങ്ങൾ പ്രിൻസിപ്പലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അധികാര കൈമാറ്റം നടത്താതിരിക്കുക, ആവശ്യമെങ്കിൽ ആ ഒരു ഏജൻസി കോൺട്രാക്റ്റ് നിർത്തലാക്കുക. ഇനി ഈ ഒരു മൊഡ്യൂളിൽ നിന്നും എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ടെർമിനേഷൻ ഓഫ് ഏജൻസി. എങ്ങനെ ഒരു ഏജൻസി അവസാനിപ്പിക്കാം? 2 രീതിയിൽ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി അവസാനിപ്പിക്കാം. ഒന്ന്, ടെർമിനേഷൻ ബൈ ആക്ട് ഓഫ് പാർട്ടീസ്. പ്രിൻസിപ്പലിൻ്റെയും ഏജന്റിൻ്റെയും ആക്ടിലൂടെ ടെർമിനേഷൻ ക്യാൻസൽ ചെയ്യാം. ടെർമിനേഷൻ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, നിയമപ്രകാരവും നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി അവസാനിപ്പിക്കാം. ആദ്യം നമുക്ക് ടെർമിനേഷൻ ബൈ ആക്ട് ഓഫ് പാർട്ടീസ് 3 രീതിയിലാണ്. ബൈ ദി എഗ്രിമെന്റ് പ്രകാരം, പ്രിൻസിപ്പലും ഏജന്റും തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാം. ബൈ ദി റിവോക്കേഷൻ, അസാധുവാക്കാം. ബൈ റിനൗൺസിയേഷൻ ഓഫ് ഏജൻസി, ഉപേക്ഷിക്കാം. എഗ്രിമെന്റ് പ്രകാരം ഒഴിവാക്കാം, റിവോക്കേഷൻ അസാധുവാക്കാം, റിനൗൺസിയേഷൻ ഉപേക്ഷിക്കാം. അപ്പോൾ 3 പോയിന്റ് ഓർത്ത് വെക്കുക. ബൈ ദി എഗ്രിമെന്റ്, ബൈ ദി റിവോക്കേഷൻ, ബൈ റിനൗൺസിയേഷൻ. ഇനി ടെർമിനേഷൻ ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ. ഒന്ന്, കംപ്ലീഷൻ ഓഫ് ബിസിനസ്. എന്ത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ ഏജന്റും പ്രിൻസിപ്പലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്, ആ ബിസിനസ് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. ഇനി എക്സ്പയറി ഓഫ് ടൈം. ഒരു പ്രിൻസിപ്പളും ഏജന്റും 5 കൊല്ലത്തേക്കാണ് ഒരു ഏജൻസി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. 5 വർഷം കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കും. അത് ടൈം എക്സ്പയറി ആയതുകൊണ്ടാണ്. ഡെത്ത് ഓർ ഇൻസാനിറ്റി. പ്രിൻസിപ്പലിനോ ഏജന്റിനോ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ ഏജന്റോ ഇൻസാൻ ആവുക, ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക്, മാനസിക അസ്വാസ്ഥ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാം നിയമപ്രകാരം. ഇൻസോൾവൻസി ഓഫ് ദി പ്രിൻസിപ്പൽ പാപ്പരാവുകയാണ്, കോടതി വിധിക്കുകയാണ് ഇൻസോൾവെന്റ് ആണെന്ന്, അദ്ദേഹത്തിന്റെ കയ്യിലൊരു പൈസയും ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കും. ഡിസ്ട്രക്ഷൻ ഓഫ് ദി സബ്ജക്ട് മാറ്റർ. എന്ത് സബ്ജക്ട് മാറ്റർ വെച്ചുകൊണ്ടാണോ പ്രിൻസിപ്പലും ഏജന്റും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്, ആ സബ്ജക്ട് മാറ്റർ നശിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കോൺട്രാക്റ്റ് നിലനിൽക്കില്ല. ഡിസൊല്യൂഷൻ ഓഫ് ദി കമ്പനി പിരിച്ചുവിട്ടു, പിന്നെ ആ കോൺട്രാക്റ്റ് നിലനിൽക്കില്ല. പ്രിൻസിപ്പൽ ബിക്കമിങ് ആൻ അലൈൻ എനിമി. പ്രിൻസിപ്പൽ ഒരു അലൈൻ എനിമിയായി മാറുകയാണ്, അതായത് ഒരു ശത്രു രാജ്യത്തെ ആളായി മാറുകയാണ്. ഇപ്പൊ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു രാജ്യത്തെ പ്രിൻസിപ്പൾ നമ്മുടെ രാജ്യത്തു നിന്ന് ഒരു ഏജന്റ് വന്നു, അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കും. ഇതൊക്കെ എസ്സേ ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേട്ടതിന് ശേഷമായിരിക്കും ഇത് ഇത്ര സിമ്പിളാണോ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോസിൻ്റെ കമൻസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ മൊഡ്യൂൾസ് ചെയ്യും. കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്നുകൂടെ ടെർമിനേഷൻ ഓഫ് ഏജൻസി നോക്കാം. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്നതാണ് ഇതിൽ പറയുന്നത്. ആക്ട് ഓഫ് പാർട്ടീസ് പ്രകാരം എഗ്രിമെന്റ്, റിവോക്കേഷൻ, റിനൗൺസിയേഷൻ. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ പരസ്പര സമ്മതത്തോടുകൂടി 2 പാർട്ടീസിൻ്റെയും. റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റ് അസാധുവാക്കുകയാണ്. റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഉപേക്ഷിക്കുകയാണ്. നിയമപ്രകാരം നമുക്ക് 7ഓളം രീതിയിൽ ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിക്കാം. ഒന്ന്, കംപ്ലീഷൻ ഓഫ് ബിസിനസ് കംപ്ലീറ്റ് ആയി കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നു. എക്സ്പയറി ഓഫ് ടൈം, എഗ്രിമെന്റിൽ ഏർപ്പെട്ട വർഷം പൂർത്തിയാവുന്നു, കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുന്നു. ഡെത്ത് ഓർ ഇൻസാനിറ്റി, പ്രിൻസിപ്പലിനോ ഏജന്റിനോ മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. ഇൻസോൾവൻസി, പ്രിൻസിപ്പലിന് പാപ്പരാകുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ, കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ആ ഒരു സബ്ജക്ട് മാറ്റർ നശിച്ചു പോകുന്നു. കമ്പനി ഡിസൊല്യൂഷൻ, പൂട്ടുന്നു. പ്രിൻസിപ്പൽ ഒരു ശത്രു രാജ്യത്തെ ആളായി മാറുന്നു. താങ്ക് യു.